തീർച്ചയായും നേരത്തെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ വിരൽ നൽകുന്ന സമയത്ത് ഇവിടെ പോലീസ് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്ന സമയത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പോലീസ് സന്നാഹം എത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം തന്നെയുണ്ട്. അകത്തേക്ക് കയറ്റിവിടുന്നില്ല. ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. ഏകദേശം അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും ഇവിടേക്ക് ഈ ഒരു ക്ലബ് 7 ഹോട്ടലിലേക്ക് തെളിവെടുപ്പിനായി എത്തിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. അകത്താണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. ഏതായാലും പ്രതിഷേധം മുന്നിൽ കാണുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഏത് നിമിഷവും ഏത് സമയത്തും ഒരു പ്രതിഷേധം ഉണ്ടാകാം എന്നുള്ളൊരു കാര്യം കൂടി കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചപ്പോഴാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവന്ന ബസ്സിൽ തന്നെ ധാരാളം പോലീസുകാർ ഉണ്ടായിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന ബസ്സിലും അതുപോലെ തന്നെ മറ്റൊരു ബസ്സിലുമായാണ് ഇപ്പോൾ പോലീസുകാരെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഏതായാലും മുകളിലേക്ക് പോയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തുമായി തെളിവെടുപ്പിനായി മുകളിലേക്ക് പോയിട്ടുണ്ട് അന്വേഷണ സംഘം. ഏതായാലും അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കി പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസിന്റെ SITയുടെ മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ എത്രയും വേഗം തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് മടങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടൂരിലെ വീട്ടിലേക്കും കൂടി ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രധാനമായും പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് അടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതുപോലെ ഈ പാലക്കാട്ടെ ക്ലബ് 7 ഹോട്ടലിലും എത്തിച്ചു എന്നൊക്കെ കാര്യങ്ങളാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന മൊഴി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗമൊക്കെ തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കി ഇവിടുന്ന് ക്ലബ് 7 ഹോട്ടലിൽ നിന്നുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം വലിയ രീതിയിലാണ് പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന ഈ പോലീസ് വാഹനത്തിൽ തന്നെ ധാരാളം പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹങ്ങൾ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും മാധ്യമപ്രവർത്തകർ ഇപ്പോൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. മുകളിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ആ തെളിവെടുപ്പ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിഷേധം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു കാര്യം പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം ഇതുവരെയും ഇപ്പോൾ പ്രതിഷേധങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ആൾക്കൂട്ടമോ ഒന്നും നിലവിൽ ഈ പരിസരത്ത് എവിടെയും ഇല്ല. ഈ തെളിവെടുപ്പ് നടക്കുന്ന ഭാഗത്ത് എവിടെയും ഇല്ല. എന്നാൽ വരും മിനിറ്റുകളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ വരും നിമിഷങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അനീഷ, ഫൈസൽ, ഇനിയിപ്പോൾ തെളിവെടുപ്പ് എത്ര നേരം നീണ്ടു നിൽക്കും? കാരണം 3 ഇടങ്ങളിലെത്തി തെളിവെടുപ്പ് നടത്താനുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പറഞ്ഞതുപോലെ തന്നെ അടൂരിലെ വീട്ടിലും പാലക്കാട്ടേക്കും കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നതും. അപ്പം ഇവിടുത്തെ തെളിവെടുപ്പ്, ഹോട്ടലിലെ തെളിവെടുപ്പ് എത്ര നേരം നീണ്ടു നിൽക്കാനാണ് സാധ്യത? തെളിവെടുപ്പ് എത്രയും വേഗം പൂർത്തിയാക്കുക എന്നുള്ളൊരു കാര്യത്തിനാണ് SITയുടെ മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് ഉടൻ തന്നെ പൂർത്തിയാക്കി അടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തെളിവെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. മുകളിലത്തെ നിലയിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. മുകളിലത്തെ നിലയിലാണ് ഇവർ റൂം എടുത്തത്. ഈ ക്ലബ് 7 ഹോട്ടലിന്റെ മുകളിലത്തെ നിലയിൽ 2nd ഫ്ലോറിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോലീസിന്റെ സുരക്ഷയും സന്നാഹങ്ങളുമൊക്കെ വലിയ രീതിയിൽ തന്നെ ഇവിടെ ഉണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2nd ഫ്ലോറിലാണ് ഇപ്പോൾ ഈ റൂം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ ഇപ്പോൾ മുകളിലേക്ക് എത്തിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മുകളിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹങ്ങളും പോലീസ് സുരക്ഷയും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരു പ്രതിഷേധം കണക്കിലെടുത്താണ് പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കുമെന്നാണ്. ഏതാനും അധികം വൈകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, ഒരു തർക്കവുമില്ല. കാരണം എത്രയും വേഗം തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് മുന്നിലുള്ളത്. കാരണം ഒരു പ്രതിഷേധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എത്രയും വേഗം ഇവിടുന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്.